welcome to Elance tuition. So എന്താണ് സുഖമല്ലേ എല്ലാവർക്കും? എക്സാം ഇങ്ങ് അടുത്ത് കഴിഞ്ഞു അല്ലേ? നമ്മുടെ മോഡൽ എക്സാം ആണെങ്കിലും പബ്ലിക് എക്സാമും ഇങ്ങ് അടുത്ത് കഴിഞ്ഞു. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ മുന്നിലുള്ളൂ. അതുകൊണ്ട് വേഗം നിങ്ങൾ ലൈവിലേക്ക് കയറുക. അതേപോലെ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഡിസ്കസ് ചെയ്തിട്ട് പിന്നെയും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ബട്ട് സ്റ്റിൽ എന്താണ് ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഉണ്ടെങ്കിലും ഓൾമോസ്റ്റ് എല്ലാം നമുക്കറിയാം. ഏകദേശ ധാരണയൊക്കെ ഉണ്ടല്ലേ എല്ലാത്തിനെ കുറിച്ചും. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? യൂണിറ്റ് 1, 2, 3 വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി 2 ചാപ്റ്റേഴ്സ് ലൈക്ക് 2 യൂണിറ്റ്സ് മോർ അത് നമുക്ക് ഡിസ്കസ് ചെയ്യണ്ടേ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ മേക്ക് മാക്സിമം അഡ്വാൻറ്റേജ് ഔട്ട് ഓഫ് ഇറ്റ്. ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഓരോ ലൈവ് സെഷനും. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നല്ല രീതിയിൽ റെഫർ ചെയ്തിട്ട് പോയാൽ നമുക്ക് ഏകദേശ ധാരണ കിട്ടും. ലൈക്ക് വാട്ട് വിൽ ബി ദ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഹൗ ടു അറ്റൻഡ് ദോസ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ജനറൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും അല്ലാതെ ഡയറക്റ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലും ഏതൊക്കെ രീതിയിൽ ചോദിക്കാം, ഏതൊക്കെ ആയിരിക്കും അതിൻ്റെ വെയിറ്റേജ് എന്നുള്ളത് ഒരു ധാരണയോടുകൂടെ തന്നെ പോയാൽ പെട്ടെന്ന് നമ്മൾ ബ്ലാങ്കായി പോവില്ല. സോ അതേപോലെ തന്നെ അത് ഏറ്റവും കൂടുതൽ നമ്മൾ പരിചയമാകുന്നത് ഏതിൽ കൂടിയാണ്? ഇതുപോലുള്ള പ്രീവിയസ് ഇയർ PYQ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ കൂടെയാണ്. സോ വേഗം വരൂ, മാർക്ക് attendance and let's start our class. എത്രയും വേഗം തന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സോ 3 L's of empowerment യൂണിറ്റ് 1-ൽ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാമർ വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ലാസ്റ്റ് ക്ലാസ്സിൽ. ഇനി ഏത് മുതലാണ്? വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്, വാങ്കറി മത്തായിയുടെ ഈ ഒരു ചാപ്റ്റർ യൂണിറ്റ് 4-ലെയും 5-ലെയും ഓരോ ചാപ്റ്ററിനെയും ബേസ് ചെയ്തിട്ട് ഓരോ ലോങ് വീഡിയോ ഉണ്ടായിരുന്നു. ലൈക്ക് ലൈവിൽ ഓരോ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. പ്ലേലിസ്റ്റിൽ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അതും അവൈലബിൾ ആയിരിക്കും. സോ എന്തെങ്കിലും ഡൗട്ട്സ് ലൈക്ക് ടെക്സ്റ്റിൻ്റെ ഡീറ്റെയിൽ വേർഷൻ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ആഫ്റ്റർ ദിസ് ക്ലാസ് പ്ലീസ് ഡു ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, കാരണം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ്, ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ലൈക്ക് 3 to 4 years ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി നമ്മൾ ഈ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആഫ്റ്റർ ദിസ് ക്ലാസ് മേക്ക് ഷുവർ ദാറ്റ് യു വാച്ച് ദോസ് വീഡിയോസ്. ഓക്കെ, യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എല്ലാവരും ലൈവിൽ കയറിക്കോളുമല്ലോ. സോ ടുഡേ വി ഗോണ ഡിസ്കസ് യൂണിറ്റ് 3 and 4. അതായത് when a sapling is planted ഉണ്ട്, റൈസ് ഉണ്ട്, dangers of drug abuse, then post early for Christmas, this is going to hurt just a little bit, and crime and punishment. ഇത്രയും ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അറിയാം 3 L's of empowerment, any woman, മാച്ച് ബോക്സ് ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ വിമൻ എംപവർമെൻറ്റിനെ കുറിച്ചായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു യൂണിറ്റ് 4, യൂണിറ്റ് 5ലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചും സൊസൈറ്റിയെ ബേസ് ചെയ്ത് കറൻറ്റ് കണ്ടംപററി സൊസൈറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ജനറൽ അവയർനെസ് ക്ലാസ് പോലെ പലതും നമ്മൾ പഠിച്ചു. അതിൽ എൻവയോൺമെൻറ്റ് വരുന്നുണ്ട്, ഡ്രഗ് അബ്യൂസ് വരുന്നുണ്ട്, ടെക്നോളജി വരുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള റൈസ് വരുന്നുണ്ട്, ദിസ് ഇസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് വരുന്നുണ്ട്. സോ ദീസ് ആർ ദ ചാപ്റ്റേഴ്സ് വി ഗോണ ഡിസ്കസ് ഇറ്റ് ടുഡേ. സോ ഫസ്റ്റ് സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കിക്കേ, justify the suitability of the title crime and punishment of the story. crime and punishment നമ്മളുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്, +2 ഇംഗ്ലീഷ് സിലബസിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. crime and punishment എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ദിസ്തേസ്കിയുടെ നോവലാണ് നമുക്ക് മനസ്സിലേക്ക് വരിക. പക്ഷേ ഇവിടെ RK നാരായണൻ്റെ ഒരു സിമ്പിൾ സ്റ്റോറിയാണ്. അപ്പം ഈ ചാപ്റ്റർ അത്രയും വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ലിറ്റററി വർക്ക് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്നുള്ള പേരിൽ നമുക്ക് ഓൾറെഡി ഉണ്ട്. സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ ഒരു ചാപ്റ്റർ RK നാരായൺ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് നൽകിയ ഒരു പേര് എത്രമാത്രം സ്യൂട്ടബിൾ ആണ്, സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ എന്നാണ് പറയുന്നത്. ദ ടൈറ്റിൽ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ഫോർ RK നാരായൺ സ്റ്റോറി ഫിറ്റ്സ് വെൽ. അതായത് ഈ ഒരു ടൈറ്റിൽ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്ന RK നാരായണൻ്റെ സ്റ്റോറിക്ക് വളരെയധികം ഫിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് സ്യൂട്ട്സ് വെൽ. ഇൻ ദ ടെയിൽ ദ ബോയ് ഡസ് എ നോട്ടി തിങ് ബൈ മേക്കിംഗ് ദ സെയിം മിസ്റ്റേക്ക് ഓൺ പേർപ്പസ് ആൻഡ് ഹി ഗെറ്റ്സ് എ സ്ലാപ്പ് ആസ് പണിഷ്മെൻറ്റ്. ഇവിടെ പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? മുഖത്തിനിട്ട് ടപ്പേന്ന് പറഞ്ഞിട്ടൊരു അടി കിട്ടും. എന്തിനാണ്? സർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ഒരു സം മൾട്ടിപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ആൻഡ് ഹി നോയിങ്ലി, അൺനോയിങ്ലി ആണെങ്കിൽ നമുക്ക് ക്ഷമിക്കാം. പക്ഷെ അറിഞ്ഞുകൊണ്ട് സാറിനെ ദേഷ്യം പിടിപ്പിക്കുക എന്നുള്ള അവസ്ഥയിൽ പിന്നെയും തെറ്റുകൾ മാത്രം പറയുമ്പോഴത്തേക്ക് ആർക്കാണെങ്കിലും ദേഷ്യം വരും. ആസ് എ റിസൾട്ട് ഹി ഗെറ്റ്സ് എ പണിഷ്മെൻറ്റ് ആൻഡ് ദാറ്റ് വാസ് എ സ്ലാബ് ബൈ ഹിസ് ടീച്ചർ. ദെൻ ദ ടീച്ചർ സ്ലാബ്സ് ദ ബോയ് വിച്ച് ബിക്കംസ് ഹിസ് ക്രൈം. അവിടെ ക്രൈമായി വരുന്നത് എന്താണ്? ടീച്ചർ അടിക്കുന്നത്. പണിഷ്മെൻറ്റും ഈ അടിക്കുന്നത് തന്നെയാണ് ക്രൈമായിട്ട് ടീച്ചർ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ക്രൈം എന്ന് പറയുന്നതും
എന്താണ് സ്ലാപ്പ് ചെയ്യുന്നത് തന്നെയാണ്. കാരണം ഈ കുട്ടി എന്ന് പറയുന്നത് വളരെയധികം ഓവർ കൺസേൺഡ് ആയിട്ടുള്ള പേരൻസിൻ്റെ കുട്ടിയാണ്. ഈ കുട്ടി ഒന്നും ചെയ്യാൻ പാടില്ല, വി ഷുഡ് നോട്ട് ബീറ്റ് ഹിം ഓർ യു ഷുഡ് നോട്ട് മേക്ക് ഹിം ഫീൽ അൺകംഫർട്ടബിൾ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് പോയിന്റ്സ് തന്നിട്ടാണ് അവസാനം ഈ ഒരു ടീച്ചറിനെ നമ്മൾ ഈ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്, ഈ പേരൻസ് അല്ലേ. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് വേഗം ജസ്റ്റ് പോയിന്റ്സ് മാത്രമായിട്ട് പോകുന്നത്. എല്ലാം സൗണ്ടും ഒക്കെ ക്ലിയർ ആണല്ലോ അല്ലേ, അതും കൂടെ ലൈവിൽ കറക്റ്റായിട്ട് പറയുക. വി ഡോണ്ട് ഹാവ് ലോട്ട് ഓഫ് ടൈം ബിക്കോസ് ടൈം എന്ന് പറയുന്നത് ഭയങ്കര പ്രഷ്യസ് ആണ്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് മിസ്സ് ഇവിടെ ഇങ്ങനെ പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ബട്ട് വി ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ് ഓൾസോ. ലീഷർ ടോക്കൊക്കെ പറഞ്ഞിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ ടൈമില്ല. അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോവുകയാണ്. Okay, then as a result the teacher has to do things he doesn't like, such as being a station master and telling stories. The title is similar to a famous novel by a Russian author, but there the crimes are smaller, not like murder in the other story. Narayan used the title but gave it a different twist in his own way. നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സോറി, എന്താണ് പറയുന്നത് ഇവിടെ, ടീച്ചറിന് അറിയാതെ ഒന്ന് അടിച്ചു പോകുന്നു, ദേഷ്യം വരുമ്പം അതൊരു ക്രൈമാണ്. കുട്ടി ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്കിന് കിട്ടുന്ന പണിഷ്മെൻ്റ് ആണ് ഈ ഒരു സ്ലാപ്പ് എന്ന് പറയുന്നത്. പക്ഷേ അതിനുശേഷം ഹി ഫീൽസ് ഗിൽറ്റി ആൻഡ് ആസ് എ റിസൾട്ട് ഹി വോണ്ട്സ് ടു ഡു lot of things that the boy actually tells him. ഇവൻ എന്താണോ പറയുന്നത് അത് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. ഫൈനലി അത് അവർ തമ്മിലൊരു കോംപ്രമൈസ് ആകുമെങ്കിലും ഈ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നെയിം ഫോർ RK നാരായൺസ് ടെയിൽ എന്ന് പറയുന്നത് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഐഡിയ തന്നെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക. യെസ്, then the second question, according to the father in the poem Rice, only fools turn to rice farming for gain. പഠിച്ചിട്ടുള്ളതാണല്ലോ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പോയം. However, the poet comes home eager to eat a full meal of Atikara rice. Compare the attitude of the poet and his father in a short paragraph. ഇവിടെ സ്പീക്കർ നോർത്ത് ഇന്ത്യയിലെ ചെമ്മനം ചാക്കോ അല്ലേ പഠിച്ച വളരെ ഫണ്ണി ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പോയാണ്. ഹ്യൂമറസ് രീതിയിൽ പല കാര്യങ്ങളും സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ് വെളിപ്പെടുത്തുന്ന ഒരു പോയം കൂടിയാണിത്. ആൻഡ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ദ ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി സൊസൈറ്റി ഈസ് വെൽ പോർട്രേറ്റ് ബൈ ദ പോയറ്റ് ഇൻ ദിസ് പോയം. ആ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ അത്തിക്കര റൈസ് കൂട്ടി ചോറുണ്ണാനായിട്ട് വളരെ സന്തോഷത്തോടെ ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് ഓഫ് 4 years he is coming to his native place, but suddenly everything changes and he is wondering what is happening here എന്നുള്ളത് അദ്ദേഹം ഓർത്തിട്ട് വണ്ടർ ആകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. സോ വി നീഡ് ടു കമ്പയർ ദ ആറ്റിറ്റ്യൂഡ് ലൈക്ക് ദ ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഹിസ് ഫാദർ, അതേസമയം അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പോയറ്റിൻ്റെ ആറ്റിറ്റ്യൂഡും ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത് ഇൻ എ ഷോർട്ട് പാരഗ്രാഫ്. എന്തൊക്കെ പറയാം പോയിന്റ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇൻ ദ പോയം റൈസ് ദ പോയറ്റ് ആൻഡ് ഹിസ് ഫാദർ ഹാവ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് അബൌട്ട് ഗ്രോയിങ് റൈസ്. അറിയാം അല്ലേ നമ്മുടെ ഈ എങ്ങനെ വേണം എന്നുള്ളത് നെൽകൃഷിയെക്കുറിച്ച്. ദ ഫാദർ തിങ്സ് ഇറ്റ്സ് നോട്ട് എ സ്മാർട്ട് വേ ടു മേക്ക് മണി, കോളിംഗ് ദോസ് ഹു ഡു ഇറ്റ് ഫൂൾസ്. ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഇത് ക്യാഷ് ക്രോപ്സിൻ്റെ പുറകെ പോകുമ്പോഴത്തേക്ക് അത് ചെയ്യുന്ന ആൾക്കാരെ ഫൂൾസായി മാറുന്നു, ആ ഒരു രീതിയിൽ കാണുന്ന ആറ്റിറ്റ്യൂഡാണ് ഫാദറിനുള്ളത്. ബട്ട് വെൻ ദ പോയറ്റ് കംസ് ഹോം ഹി ഈസ് എക്സൈറ്റഡ് അബൌട്ട് ഈറ്റിംഗ് അത്തിക്കര റൈസ്. ദിസ് ഷോസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഡാഡ്സ് പ്രാക്ടിക്കൽ വ്യൂ ആൻഡ് ദ പോയറ്റ്സ് ലവ് ഫോർ ദ കൾച്ചറൽ ആൻഡ് ടേസ്റ്റി സൈഡ് ഓഫ് റൈസ്. It's like the dad cares more about making money while the poet values the traditions and flavors connected to rice. നമ്മുടെ റൈസ് എന്ന് പറയുമ്പം ആ ഒരു ഫ്ലേവർ അല്ലെങ്കിൽ ടേസ്റ്റ് മാത്രമല്ല നമ്മുടെ മനസ്സിലേക്ക് വരിക. നമ്മുടെ ആ ഒരു ഇടയ്ക്ക് ചെറിയൊരു ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ചെറിയ ഇൻറ്ററപ്ഷൻ കൂടെ ഉണ്ടാവും. എക്സ്ക്യൂസ് മീ ഫോർ ദാറ്റ്. ഉടനെ തന്നെ പവർഫുള്ളായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. ഈ ഒരു ഹെൽത്ത് കണ്ടീഷനിലും നിങ്ങളെ പഠിപ്പിക്കാൻ ഫുൾ പവറോടെ ഞാൻ വന്നു കേട്ടോ. അപ്പം നിങ്ങളും അതേപോലെ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഇവിടെ റൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫുഡ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ മാത്രമല്ല പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ റിച്ച് ട്രഡീഷൻ, കസ്റ്റം, കൾച്ചർ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ആ ഒരു ഷിഫ്റ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നമ്മുടെ ഒരു കോമൺ ബിഹേവിയർ കൂടെയാണ്. അപ്പോൾ ഒരു സർക്കാസം യൂസ് ചെയ്തിട്ട് ഈവിൽസ് ഓഫ് ദി സൊസൈറ്റി അല്ലെങ്കിൽ ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ ഇൻ ദ സൊസൈറ്റിയെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയമാണ് ഇത്.
And his father even calls the people who do this farming as fools. അല്ലേ, ഫൂൾസ് ആയിട്ടാണ് അദ്ദേഹം വിളിക്കുന്നത്. ആൻഡ് he used to do the same thing. എന്നിട്ടും അദ്ദേഹം പെട്ടെന്ന് ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയപ്പം ബാക്കിയുള്ളവരെ, അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്ന ബാക്കി ആൾക്കാരെ തന്നെ ഫൂൾസ് എന്ന് വിളിക്കുന്നത്. അത് നമ്മുടെ സ്ഥിരം സ്വഭാവമാണല്ലോ, ഹ്യൂമൻസിൻ്റെ ഒരു സ്വഭാവം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ സാർക്കാസം യൂസ് ചെയ്തിട്ട് ക്രിറ്റിസിസം കാണിക്കുന്നതും കൂടിയാണ്. ക്രിറ്റിസിസം ടുവേർഡ്സ് ദി സൊസൈറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു പോയം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് എന്തൊക്കെ കാണാനായിട്ട് സാധിക്കും? ആ ഒരു ഡാഡിൻ്റെ പ്രാക്ടിക്കൽ വ്യൂ കാണാനായിട്ട് സാധിക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം പോയറ്റ്സ് ലവ് ഫോർ ദി കൾച്ചർ ആൻഡ് ടേസ്റ്റി സൈഡ് ഓഫ് റൈസും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ the dad cares more about making money, but ഈ ഒരു സൈഡിൽ എന്താണ് പോയറ്റ് എന്ന് പറയുന്നത് ഹൂ ഹോൾഡ്സ് ദിസ് റിച്ച് കൾച്ചർ ട്രഡീഷൻ, ആ ഒരു ഫ്ലേവർ, ആ ഒരു നമ്മുടെ നാട്ടിൻ പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു പോയറ്റിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. 2 എക്സ്ട്രീം ലെവൽസ് ഓഫ് എന്താണ് ലൈഫ് ആസ്പെക്ട്സ് അല്ലേ, അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂസിങ് സർക്കാസം ഇത് ഓർത്ത് വെച്ചോണം. അങ്ങനെ സർക്കാസം യൂസ് ചെയ്തിട്ട് ക്രിറ്റിസിസം ഓഫ് ദി സൊസൈറ്റിയാണ് ഈ ഒരു പോയത്തിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ദെൻ ദ തേർഡ് ക്വസ്റ്റ്യൻ, പ്രൊഫൈൽ റൈറ്റിംഗ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ബോക്സിൽ ആരെക്കുറിച്ചാണോ നിങ്ങൾക്ക് എഴുതേണ്ടത് അവരുടെ ഡീറ്റെയിൽസ് തരും, അത് നിങ്ങൾ എലോബറേറ്റ് ചെയ്ത് എഴുതുക. അതാണ് പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. മെയിൻലി നിങ്ങൾക്ക് ആൻസറിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോയിന്റ്സും അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ വെദർ യു നോ ദാറ്റ് പേഴ്സൺ ഓർ നോട്ട് എന്നുള്ളത് ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ബിക്കോസ് യു ഹാവ് സഫിഷ്യൻറ്റ് മെറ്റീരിയൽസ് ടു റൈറ്റ് യുവർ ആൻസർ. ഇവിടെ നെയിം കൊടുത്തേക്കുന്ന KR സച്ചിദാനന്ദനാണ്. ദെൻ പോപ്പുലർലി നോൺ ആസ് സച്ചി, കേട്ടിട്ടുണ്ടാവുമല്ലോ. ബോൺ on 25th December 1972, Kodungalur, Thrissur. Profession, screenwriter, director, producer, advocate. First movie director is Anarkali, Ayyappan Koshim hit movie. Then died on 18 June 2020 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരാളുടെ പ്രൊഫൈൽ തന്നെയാണ്. ഇതുപോലെ റൈറ്റേഴ്സിൻ്റെയും വരാം, അതേപോലെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെയും വരാം, ഇതുപോലെ ഉള്ള നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരുടെയും വരാം. സോ വെദർ യു നോ ദാറ്റ് പേഴ്സൺ ഓർ നോട്ട് എന്നുള്ളത് ഇറ്റ് ഡസൻറ്റ് മാറ്റർ അറ്റ് ഓൾ, ബിക്കോസ് യു ഹാവ് തിങ്സ്, ഇൻഫോർമേഷൻ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അതൊന്ന് സെൻറ്റൻസ് ആക്കി കുറച്ച് ലോബ്രേറ്റ് ചെയ്തിട്ട് എഴുതിയാൽ മാത്രം മതി. എന്നാൽ നിങ്ങൾക്ക് പ്രൊഫൈൽ ഡയറ്റിൻ്റെ മാർക്കും ഫുൾ ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ ഹൗ യു വാണ്ട് ടു റൈറ്റ്? Sachi, whose full name was KR Sachidanandan, was a well-known figure in Malayalam cinema. Born on December 25, 1972 in Kodungalur, Thrissur, he was not just a film director but also a screenwriter, producer and advocate. Sachi's first film Anarkali came out in 2050, but it was his 2020 hit Ayyappan Koshim that brought him widespread acclaim. Unfortunately, Sachi passed away on June 18, 2020, leaving behind a legacy of impactful films and contributions to the Malayalam film industry. So, ആരാണ് ജനിച്ച തീയതി അതൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ, നേറ്റീവ് പ്ലേസിനെ കുറിച്ച് തന്നിട്ടുണ്ടെങ്കിൽ, ആൻഡ് ഹൂ ഈസ് ഹി, വാട്ട് ഈസ് ഹി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആൻസർ ഒബ്വിയസ്ലി നിങ്ങളുടെ ആ ഒരു ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് പറയുക. അത് കുറച്ചും കൂടെ ഫ്ലറി ലാംഗ്വേജിൽ എഴുതാനായിട്ട് സാധിച്ചാൽ അത് ഒരു പോയിന്റ് തന്നെ ആയിരിക്കും. ദെൻ എന്തൊക്കെ അവാർഡ്സ് അല്ലെങ്കിൽ റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ടോ, വാട്ട് ഈസ് ഹി ഡൂയിങ് റൈറ്റ് നൗ, അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ആൻഡ് വാട്ട് ആർ ദ റോൾസ്, എന്താണ് ഈ ഒരു സൊസൈറ്റിയിൽ, വാട്ട് ഓൾ തിങ്സ് ഹി ഡസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതെല്ലാം പ്രൊഫൈൽ റൈറ്റിംഗിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, in the poem Rise, we see the poet return to his village after 4 years of research in North India, hoping at last to eat atikara rice at home. 4 വർഷത്തെ റിസർച്ച് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് ഓടി വരികയാണ് കുറച്ച് ചോറ് കഴിക്കാൻ, അത്തിക്കര റൈസ് കൊണ്ടിട്ടുള്ള ഒരു ചോറ് കഴിക്കാനായിട്ട്. പക്ഷേ ദ സാഡ് റിയാലിറ്റി ഇസ് സംതിങ് എൽസ്. ഹൗവർ ദിസ് ഡിഡ് നോട്ട് ഹാപ്പൻ. സാഡ് ടു സേ, എന്താണ്, അദ്ദേഹത്തിന് അത് സാധിക്കാനായിട്ട് കഴിഞ്ഞില്ല. His father had stopped rice farming and had become a rubber planter. Unhappy, the poet writes an email to his friend about his disappointment. Write the email. So, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമെയിൽ റൈറ്റിംഗ്. ഇമെയിൽ റൈറ്റിംഗ് എഴുതുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഫോർമാറ്റും ശ്രദ്ധിക്കണം. ഫ്രം, ടു അതൊക്കെ ഉണ്ടെന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാം, പക്ഷെ ഫ്രം എഴുതേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ ഫോർമാറ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ടു, CC, BCC, സബ്ജക്റ്റ് ഉണ്ടാവും. ദെൻ യെസ്
സബ്ജക്റ്റ്, ദെൻ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുക, ഡിയർ എന്നുള്ള രീതിയിൽ കാര്യം പറയുക, ദെൻ റിഗാർഡ്സ് പറഞ്ഞതിന് ശേഷം യുവർ നെയിം. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ ഇമെയിലിൻ്റെ ഫോർമാറ്റ് സെറ്റാണ്. പേര് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് @gmail.com എന്നുള്ള കാര്യം എഴുതുക. CC ഫില്ല് ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു ക്വസ്റ്റനിൽ അങ്ങനെ പറഞ്ഞ് കണ്ടിട്ടില്ല. ചിലപ്പം ഇൻ കേസ് റെയർ കേസിൽ വല്ലതും ചോദിക്കുകയാണെങ്കിൽ അവർ പ്രത്യേകം പറയും, അപ്പോൾ മാത്രം എഴുതുക. സബ്ജക്റ്റ് എന്നുള്ളത് ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിരിക്കണം. കാര്യം എന്തിനെക്കുറിച്ചാണോ എഴുതാൻ പോകുന്നത് അത് വളരെ ആ ഒരു ഒറ്റ കുഞ്ഞു സെൻറ്റൻസിലെ കാര്യം മനസ്സിലാക്കിയിരിക്കണം. ദെൻ കാര്യങ്ങൾ പറയുക. എങ്ങനെയാണ് ഒരു ലെറ്റർ എഴുതുന്നത് അതേപോലെ തന്നെ കുറച്ചും കൂടെ ഷോർട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് തീർക്കുന്നതാണ് ഇമെയിൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഫോമാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും സെറ്റാണെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? കയറിക്കോണേ. എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ. സീരിയസ് ആയിട്ട് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് പലതിനും അങ്ങനെ നമ്മൾ ലിഷർ ടോക്കിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാത്തത്. എല്ലാവരും ഉറപ്പായിട്ടും ക്ലാസ്സിൽ കയറുക, ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കൂടെ അറിയിക്കുക കേട്ടോ. യെസ്, ഇവിടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇമെയിൽ റൈറ്റിങ്ങിൻ്റെ കോണ്ടന്റ് അല്ലെങ്കിൽ ബോഡി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം? ഐ എം ബാക്ക് ഇൻ ദ വില്ലേജ് ആഫ്റ്റർ ബീങ് away for 4 years in doing my PhD in North India. I was so excited to come back and eat our traditional Athikara rice at home. But guess what? പക്ഷെ നീ എന്താ കരുതിയെന്ന് അറിയാം, നിനക്ക് ഊഹിക്കാമോ എന്താ സംഭവിച്ചതെന്നുള്ളത്? ഡാഡ് സ്റ്റോപ്പ് ഗ്രോയിങ് റൈസ് ആൻഡ് സ്റ്റാർട്ട് പ്ലാന്റിങ് റബ്ബർ ഇൻസ്റ്റഡ്. ആ ഒരു ക്യാഷ് ക്രോപ്പിലേക്ക് ഡാഡിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് വല്ലാണ്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഇറ്റ് വാസ് എ ബിഗ് ഷോ ഫോർ മീ. ഞാനത് ഭയങ്കരമായിട്ട് ഞെട്ടി. കാരണം ഞാൻ അത്രയും 4 വർഷം ഈ ഒരു ചപ്പാത്തിയും കഴിച്ച് മടുത്തിട്ട് ലൈഫ് മടുത്തിട്ട് വന്നതാണ് എൻ്റെ നാട്ടിലെ ആ ഒരു ഫ്ലേവർ അറിയാൻ വേണ്ടിയിട്ട്. ബട്ട് ഇറ്റ് വാസ് റിയലി എ സർപ്രൈസിങ് ന്യൂസ് ഫോർ മീ, എ ഷോക്കിംഗ് ന്യൂസ് ഫോർ മീ. ദ ഫീൽഡ്സ് ദാറ്റ് യൂസ് ടു ബി ഫുൾ ഓഫ് റൈസ് പ്ലാന്റ്സ് ആർ നൗ ഫിൽഡ് വിത്ത് റോസ് ഓഫ് റബ്ബർ ട്രീസ്. നമ്മൾ വിശാലമായി പരന്ന് കിടന്നിരുന്ന ആ നെൽപ്പാടങ്ങളെല്ലാം ഇപ്പം എന്താണ് തട്ടായിട്ട് കിടക്കുന്ന ഒരു റബ്ബർ പ്ലാന്റേഷനായി മാറിയിരിക്കുകയാണ്. ഐ വാസ് റിയലി ഹോപ്പിംഗ് ഫോർ ദ ഫെമിലിയർ ടേസ്റ്റ് ഓഫ് അവർ റൈസ് മിൽസ് ബട്ട് തിങ്സ് ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. ഞാൻ നമ്മുടെ ആ ഒരു ചോറൊക്കെ കഴിച്ച് അങ്ങനെ ആസ്വദിച്ച് ജീവിതം ആസ്വദിക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് പക്ഷേ ഇവിടെ ഉള്ളവരെല്ലാം മാറിപ്പോയി. ഇവിടെയും ഞാൻ ചപ്പാത്തി കഴിച്ചിരിക്കേണ്ട അവസ്ഥയാണ് എന്നുള്ളൊരു ഫ്രണ്ടിനോടാണ് അയക്കുന്നതെന്നുള്ള ഒരു കാര്യം നിങ്ങൾ മറക്കണ്ട. ഫ്രണ്ടിനോട് പറയുമ്പം വളരെ ഫോർമൽ ആയിരിക്കേണ്ട ആവശ്യമില്ല, ഇൻഫോർമൽ ആയിരിക്കണം. നിങ്ങളുടെ ഫീലിങ്സും ഇമോഷൻസും കൂടെ കാണിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഒരു കംഫർട്ട് സോൺ ആണ് അല്ലേ? അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടെൽ സം വൺ അബൌട്ട് ഇറ്റ് ആൻഡ് യു കെയിം ടു മൈ മൈൻഡ്. എനിക്ക് ആരുടെ അടുത്തെങ്കിലും എൻ്റെ വിഷമമൊക്കെ ഒന്ന് പറയണം എന്നുണ്ടായിരുന്നു, പക്ഷേ നിന്നെയാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. ബിക്കോസ് യു വെരി വെൽ നോ ഹൗ ഐ വാസ് വെയിറ്റിംഗ് ടു വിസിറ്റ് മൈ പ്ലേസ് എന്നുള്ളത്. യു വെരി വെൽ നോ വി വെർ ഡിസ്കസിങ് അബൌട്ട് ഇറ്റ് എന്നൊക്കെയുള്ള രീതിയിൽ പറയാം. ചേഞ്ച് ഇസ് എ ബിറ്റ് ഹാർഡ് ടു അക്സെപ്റ്റ് എസ്പെഷ്യലി വെൻ ഇറ്റ് മെസ്സസ് വിത്ത് യുവർ ഫേവറേറ്റ് മെമ്മറീസ്. ചേഞ്ച് എന്നുള്ളത് പല കാര്യങ്ങളിലും നല്ലതാണ്, പക്ഷെ ചില കാര്യങ്ങൾ ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് അത്രമാത്രം അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ മധുരമുള്ള മെമ്മറീസിനെ അഫക്റ്റ് ചെയ്യുന്ന തരം മാറ്റങ്ങളാണെങ്കിൽ അത് ഇറ്റ്സ് എ ബിറ്റ് ഹാർഡ് ഫോർ us ടു അക്സെപ്റ്റ് ഓർ ഡൈജസ്റ്റ് എന്ന് പറയാം അല്ലേ? സോ പിന്നെ ഫൈനലി കൺക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് ലെറ്റ്സ് ക്യാച്ച് അപ്പ് സൂൺ ആൻഡ് ഷെയർ സ്റ്റോറീസ്. കാൺ വെയിറ്റ് ടു ഹിയർ ഹൗ തിങ്സ് ആർ വിത്ത് യു. ഉടനെ തന്നെ നമുക്ക് മീറ്റ് ചെയ്യണം. ആൻഡ് നിൻ്റെ സൈഡിൽ എന്താണ്, വാട്ട്സ് ഹാപ്പനിങ് വിത്ത് യു, വാട്ട്സ് ദ ന്യൂസ് എന്നുള്ളത് എനിക്കും കേൾക്കാൻ ആഗ്രഹമുണ്ട്. സോ വി ഷുഡ് ഡെഫിനറ്റ്ലി മീറ്റ് വൺ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണോ ഒരു ലെറ്റർ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ആ രീതിയിൽ വേണം നിങ്ങൾ ഇമെയിലും എഴുതി കഴിയാനായിട്ട്. റിഗാർഡ്സ് പറഞ്ഞിട്ട് ആരാണോ ലെറ്റർ എഴുതുന്നത് അല്ലെങ്കിൽ ആരാണോ ഇമെയിൽ അയക്കുന്നത് പേരും കൂടെ കഴിഞ്ഞാൽ സെറ്റാണ് ഇമെയിൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫ്രെഡറിക് ഓഗ്ഡൻ നാഷ് humorously narrates his experience with a dentist. This is going to hurt just a little bit. You continuously have to go and visit the dentist, and the main reason why you have to go to the dentist is that you really don't want to go to the dentist എന്ന് പറയുന്ന ഒരു മെസ്സേജ് നൽകുന്ന ഒരു സ്റ്റോറി അല്ലേ? നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ആരെ വിസിറ്റ് ചെയ്യണം, വേറെ ആരെ വിസിറ്റ് ചെയ്തില്ലെങ്കിലും ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയി മീറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ റെഗുലറായിട്ട് മീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരൊറ്റ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് അവിടെ പോയി വിസിറ്റ് ചെയ്യുന്ന ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. ഇവിടേക്ക് ഒരിക്കലും വരരുതേ എന്നുള്ള ആഗ്രഹം കൊണ്ട് സ്ഥിരമായി കണ്ടിന്യൂസ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ഡെന്റിസ്റ്റ് എന്നാണ് പോയറ്റ് പറയുന്നത്. ഹ്യൂമറസ് ആയിട്ട് പോർട്രേ ചെയ്തിട്ടുള്ളൊരു പോയാണ്. എത്ര എൻജോയ് ചെയ്ത് പഠിച്ചതാണ് ഈ പോയെന്ന് ഓർമ്മയുണ്ടോ? ആ ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേ. മിസ് ഒന്ന് നോക്കട്ടെ ആരൊക്കെ ഓർത്തിരിക്കുന്നുണ്ടെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. യെസ്. Exaggerate and narrate humorously an experience you had in your personal life with a doctor or in a clinic. സോ നിങ്ങൾക്ക് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരികയാണ്, നിങ്ങളും ചിലപ്പോൾ ഇതുപോലുള്ള ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഡോക്ടറിനെയൊക്കെ കണ്ടപ്പോൾ ഇതുപോലുള്ള ഫണ്ണി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. സോ റൈറ്റ് യുവർ ഓൺ സ്റ്റോറി ഇൻ യുവർ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞ് ഒരു ജനറൽ ക്വസ്റ്റ്യൻ വരാനും ചാൻസ് ഉണ്ട്. കാരണം ഇതെന്ന് പറയുന്നത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അദ്ദേഹം ഇത്ര ഫണ്ണി ആയിട്ട് ഒരു പോയത്തിൽ കൂടെ പ്രസൻറ്റ് ചെയ്തത്. സോ questions can be asked like this too.
അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടേതായ ഒരു രീതിയിൽ, അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും, ഇതൊന്നും പഠിപ്പിച്ച് തന്നു വിടാനായിട്ട് പറ്റില്ല. പക്ഷേ I can just assist you. ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയാണ്, നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണെങ്കിൽ how did you try to avoid it at first, then you were forced to take that injection, but you were crying a lot and everyone made fun of me, even a little child was doing it in a very cool way and others started comparing me to that little guy എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റോറി ഉണ്ടാക്കാം. അതല്ല നിങ്ങൾക്ക് മെഡിസിൻ കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്, ടാബ്ലറ്റ് കഴിക്കാൻ പേടിയാണെങ്കിൽ how you told him a story related to your fear എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുക്ക്ഡ് അപ്പ് സ്റ്റോറി ഉണ്ടാക്കാം. സോ ഇറ്റ് ചേഞ്ചസ്, നിങ്ങളുടെ ഭാവന അനുസരിച്ച് അത് മാറ്റും. ചിലപ്പോൾ ചിലവർക്ക് റിയൽ ലൈഫ് ഇൻസിഡൻസ് ഇഷ്ടംപോലെ ഉണ്ടാവും, ഡോക്ടേഴ്സിനെ പേടിയുള്ളവർ. അല്ലാതെ വളരെ കൂളായിട്ടുള്ള ആൾക്കാർക്ക് ഇതേപോലുള്ള കുക്ക്ഡ് അപ്പ് സ്റ്റോറി ഉണ്ടാക്കാം. പക്ഷേ ഭയങ്കര ഫിക്ഷണലായിട്ട് ആ ഒരു രീതിയിലൊന്നും എഴുതരുത്. കുറച്ച് റിയലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഫണ്ണി ആയിട്ട് എങ്ങനെയാണോ ദിസ് ഇസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് പോയി നമ്മൾ പഠിച്ചത് അതേപോലെ തന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസിഡൻറ്റ് എഴുതാനായിട്ട് ശ്രമിക്കുക. So this is the way you have to attempt such general questions. Okay, set ആണല്ലോ അല്ലേ? Yes. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചു 3 years of empowerment, any woman, മാച്ച് ബോക്സിലൊക്കെ ഫുൾ എന്തായിരുന്നു ടോപ്പിക് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വിമൻ എംപവർമെൻറ്റ് ആയിരുന്നു. ഡൊമസ്റ്റിക് വയലൻസിനെതിരെ വി നീഡ് ടു സ്ട്രിക്ട്ലി ഫൈറ്റ് അഗൻസ്റ്റ് ദോസ് ഈവിൾസ് ഇൻ ദ സൊസൈറ്റി പോലുള്ള ബേസിക് ആയിട്ടുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. പക്ഷേ ഇവിടേക്ക് വരുമ്പം നമുക്ക് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ഉണ്ട്, സൈബർ സ്പേസ് ഉണ്ട്, then what all things when a sapling is planted പറയുമ്പോഴത്തേക്ക് എൻവയോൺമെൻറ്റൽ കൺസേൺ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് കുറച്ച് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ എസ്പെഷ്യലി നേച്ചറായിട്ട് അതേപോലെ സൊസൈറ്റി ആസ് എ സോഷ്യൽ ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു സിറ്റിസൺ എന്നുള്ളൊരു നിലയിൽ വാട്ട് ആർ ദ തിങ്സ് വി നീഡ് ടു ഫോളോ ലൈക്ക് റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് ആ ഒരു ഇതിലെ ബേസ് ചെയ്തിട്ട് പല ക്വസ്റ്റ്യൻസും ഉണ്ടാവും. എസ്പെഷ്യലി ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് പഠിച്ചതാണ്, അതുകൊണ്ട് ഒരു ആൻറ്റി നാർക്കോട്ടിക്സ് ഡേ റിലേറ്റഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഒരു സ്പീച്ചോ ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഇനി ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്തു അതിൻ്റെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടോ ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്നതുമാണ് കേട്ടോ. യെസ്, ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ എന്താണ്, പ്രിപ്പയർ യുവർ സ്പീച്ച് എന്നാണ് പറയുന്നത്. ഇൻ കണക്ഷൻ വിത്ത് ആൻറ്റി നാർക്കോട്ടിക്സ് ഡേ യുവർ സ്കൂൾ ഈസ് ഹോൾഡിംഗ് ആൻ ഇലക്യൂഷൻ കേട്ടോ, ഇലക്യൂഷൻ കോമ്പറ്റീഷൻ ഓൺ ദി ടോപ്പിക് ഡ്രഗ് അബ്യൂസ് ഡിസ്ട്രോയ്സ് ദി ഇൻഡിവിജ്വൽ, ദി സൊസൈറ്റി ആൻഡ് ദി നേഷൻ. പ്രിപ്പയർ യുവർ സ്പീച്ച്. ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിനെ, സൊസൈറ്റിയെ, നേഷനെ തന്നെ ഇല്ലാതാക്കും. അത്രമാത്രം കേൾപ്പുള്ള ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആ സൊസൈറ്റി ആണെന്നുള്ള രീതിയിൽ ഒരു സ്പീച്ച് ഡ്രാഫ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ ഒരു സ്പീച്ച് ആകുമ്പോഴത്തേക്ക് you know what are the things you need to follow because you are presenting an idea in front of the audience അല്ലേ. ഒരു ഓഡിയൻസിൻ്റെ മുന്നിൽ നിന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഇസ് ദാറ്റ് യു നീഡ് ടു അഡ്രസ് ദാറ്റ് പെർട്ടിക്കുലർ ഓഡിയൻസ്. ആ ഓഡിയൻസിനെ ഹലോ എവറിബഡി അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ് അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഹലോ എവറി വൺ മാത്രം ഒരു സാമ്പിൾ ആയിട്ട് തന്നിക്കുന്നതിനുള്ളൂ. ഒരു ഡീറ്റെയിൽ രീതിയിൽ തന്നെ വാം വെൽക്കം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അത്രയും പറഞ്ഞതിന് ശേഷം ഐ എം സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു എന്ന് പറഞ്ഞിട്ട് കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആൻഡ് ദ ബെസ്റ്റ് വേ ടു ബിഗിൻ സ്പീച്ചസ് ലൈക്ക് ഒരു കൊട്ടേഷനോട് കൂടി സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ബൈ ആസ്കിങ് എ ക്വസ്റ്റ്യൻ യു ക്യാൻ സ്റ്റാർട്ട്. അങ്ങനെ പല രീതിയിൽ എൻ്റർടൈനിങ് അല്ലെങ്കിൽ ഒരു എന്താണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരു ക്വസ്റ്റ്യൻസ് ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാൾ സംസാരിക്കാൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയില്ലേ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ആ ഒരു അറ്റൻഷൻ അവിടേക്ക് വരും. എന്നോടാണോ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ അങ്ങോട്ട് ഒരു അറ്റൻഷൻ പോകും. അതുപോലുള്ള കൊട്ടേഷനോ ഫേമസ് ഡയലോഗ്സോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനോ ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സ്പീച്ച് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആവും. സ്പീച്ചൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതല്ലേ അല്ലേ? വേഗം പറഞ്ഞേ. നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ആരും പോയിട്ടില്ലല്ലോ? ശ്രദ്ധിക്കുന്നില്ല എന്ന് കരുതിയിട്ട് ആരും പോയേക്കരുത്. നമ്മൾ ക്ലാസ്സിൽ അത്രമാത്രം ശ്രദ്ധിച്ചിട്ട് ക്ലാസ് എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. യെസ്, ടുഡേ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം? ടുഡേ ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് സംതിങ് റിയലി ഇമ്പോർട്ടൻറ്റ്, ഹൗ ഡ്രഗ് അബ്യൂസ് ക്യാൻ ഹേർട്ട് എ പേഴ്സൺ, അവർ കമ്മ്യൂണിറ്റീസ് ആൻഡ് അവർ ഹോൾ കൺട്രി. ഇൻട്രൊഡക്ഷനിൽ കാര്യം എന്തിനാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള രീതിയിൽ ഫസ്റ്റ്ലി സെക്കൻഡ്ലി ലാസ്റ്റ്ലി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാം. അതിനുശേഷം കൺക്ലൂഷൻ പറഞ്ഞിട്ട് ആ ഒരു സ്പീച്ച് എൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. യെസ്, first let's think about the person using drugs. It messes their life. They might get sick and they might not be able to do things they dreamed about it. It also makes it hard for them to make good choices and have good relationship. ആദ്യം എന്ത് ചെയ്യുന്നു, ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നതിലൂടെ ഒരാൾക്ക് എന്ത് പറ്റുന്നു എന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നെഗറ്റീവ് ആസ്പെക്ട്സ് ലാസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? പോയിന്റ് ബൈ പോയിന്റ് ഡിസ്കസ് ചെയ്തു. ബട്ട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദാറ്റ് വൺ പേഴ്സൺ. വെൻ സംവൺ യൂസസ് ഡ്രഗ്സ് ഇറ്റ് അഫക്ട്സ് എവ്രി വൺ അറൗണ്ട് ദം. ഇത് ഡ്രഗ് യൂസ് ചെയ്യുന്നതിലൂടെ യൂസ് ചെയ്യുന്ന ആളെ മാത്രമല്ല അത് എഫക്റ്റ് ചെയ്യുന്നത്, അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരെയും ഇതെന്താണ് നെഗറ്റീവ് രീതിയിൽ ബാധിക്കും.
സാധിക്കും. Their family, their friends, their neighbors, because that person won't be able to keep a good relationship with other people. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്താണ് ഒരു ക്രാക്ക് ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബാക്കിയുള്ള ഫ്രണ്ട്സിനാണെങ്കിലും ബാക്കി റിലേഷൻഷിപ്പിലാണെങ്കിലും പേരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണെങ്കിലും ഒക്കെ എന്താണ് ഇതൊരു ബാഡ് മാർക്കായിട്ട് നിൽക്കും. ഇറ്റ് മേക്സ് അവർ കമ്മ്യൂണിറ്റീസ് വീക്ക് ആൻഡ് ക്യാൻ മേക്ക് മോർ ക്രൈം ഹാപ്പൻ. ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റീസ് വീക്കാക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഒരു പേഴ്സൺ നല്ല ഒരു കോൺഷ്യസ് മൈൻഡിൽ അല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് ക്രൈംസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ടാകും. ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ ബിഗ് പ്രോബ്ലം വി ഓൾ ഹാവ് ടു ഡീൽ വിത്ത് ടുഗെദർ എന്ന് പറയുന്നത് എന്താണ് വൺ ഓഫ് ദി most important things in the society right now ആണ് that we need and which needs an immediate action അല്ലേ. എത്രയും പെട്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് ലോട്ട്സ് ഓഫ് പീപ്പിൾ ഇൻ അവർ കൺട്രി ആർ യൂസിങ് ഡ്രഗ്സ് ഇറ്റ് ബിക്കംസ് എ ബിഗ് പ്രോബ്ലം ഫോർ ദ ഹോൾ നേഷൻ. ഒന്നോ രണ്ടോ പേരോ അല്ല, ഒരുപാട് പേര് ഒരു സൊസൈറ്റിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നാച്ചുറലി ഇറ്റ് അഫക്ട്സ് ദ ഗ്രോത്ത് ഓഫ് ആ നേഷൻ ടു. ഇറ്റ് ക്യാൻ മേക്ക് ഇറ്റ് ഹാർഡ് ഫോർ പീപ്പിൾ ടു വർക്ക്, മേക്ക് ആ ഹോസ്പിറ്റൽ ബിസി ആൻഡ് കോസ് ട്രബിൾ ഫോർ ദ പോലീസ്. സോ യു സീ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് a small problem, it's a big one that hurts all of us. ഇതുപോലുള്ള പല കാര്യങ്ങൾ ഒരാൾ ഉപയോഗിക്കുന്നു, അയാൾ മാത്രം നശിക്കുന്നു എന്നുള്ള കാര്യമാണെങ്കിൽ ഓക്കെ, കർമ്മ എന്നുള്ള രീതിയിൽ നമുക്ക് നിൽക്കാം. പക്ഷേ അയാളേക്കാൾ കൂടുതൽ ബാധിക്കുന്നത് ആരാണ്? ഇതൊന്നും അറിയാത്ത അയാളെ ആശ്രയിച്ച് നിൽക്കുന്ന, ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. സോ ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ സിലി പ്രോബ്ലം, ഇറ്റ്സ് എ ബിഗ് ഇഷ്യൂ ദാറ്റ് നീഡ്സ് ആൻ ഇമ്മീഡിയറ്റ് ആക്ഷൻ. ആസ് കിഡ്സ് ആൻഡ് ഫ്യൂച്ചർ ലീഡേഴ്സ് വി നീഡ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. സ്കൂളിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ അടുത്ത് പറയുകയാണ്, നാളത്തെ തലമുറ നമ്മൾ, നെക്സ്റ്റ് ജനറേഷൻ നമ്മളാണ്. സോ എന്താണ് പറയുന്നത്? വി നീഡ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് ടൈം ഫോർ us, ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് വി നീഡ് ടു ഡിസ്കസ് അബൌട്ട് ഇറ്റ് ആൻഡ് ബ്രിങ് എ സൊല്യൂഷൻ ഫോർ ഇറ്റ് എന്നാണ് പറയുന്നത്. വി ഷുഡ് ലേൺ അബൌട്ട് ഡ്രഗ്സ്, talk openly about the dangers and help anyone who needs support. By working together, we can stop drug abuse from causing more problems. So let's be aware, talk about it and help each other make good choices. Together, we can build a safer and happier future for everyone. Thank you. എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സ്പീച്ചിൻ്റെ കാര്യത്തിൽ ഓർത്തിരിക്കേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ സല്യൂട്ടേഷൻ, അതായത് അഡ്രസ്സ് ചെയ്യണം, ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി വേണം, കൺക്ലൂഷൻ വേണം. കൺക്ലൂഷൻ പറഞ്ഞ ഒരു സ്പീച്ച് ടോപ്പിക് അവസാനിപ്പിക്കാനായിട്ട് നോക്കുമ്പോൾ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഓഡിയൻസിന് ഒരു ഹോപ്പ് നൽകുന്നത് പോലെ ടുഗെദർ വി വിൽ സ്റ്റാൻഡ് ആൻഡ് ഫൈറ്റ് അഗേൻസ്റ്റ് ഇറ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വി നീഡ് ടു വർക്ക് ടുഗെദർ, വി നീഡ് ടു ജോയിൻ അവർ ഹാൻഡ്സ് ടുഗെദർ ടു വർക്ക് അഗേൻസ്റ്റ് ഇറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വേണം നിങ്ങൾ ഇത് അവസാനിപ്പിക്കാൻ. ഒരു ഒപ്റ്റിമിസ്റ്റിക് ലെവലിൽ വേണം ഏതൊരു സ്പീച്ചും അവസാനിപ്പിക്കാൻ. ഈ ഒരു പോയിന്റ് ഓർക്കുക. ഓക്കെ ആണല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? സെറ്റാണല്ലോ? എല്ലാവരും എവിടെ ആണെങ്കിലും ഒരു തംസപ്പ് ഒക്കെ പെട്ടെന്ന് കാണിച്ചേ, വേഗം കാണിച്ചേ. ഓക്കെ, യെസ് മനസ്സിലാവുന്നുണ്ടെന്ന് കണ്ടു. ഐ ആം ഓൾസോ ഹാപ്പി. യെസ്. ദെൻ വാങ്കറി മഥായ് വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ്. നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ട് പക്ഷേ നല്ല രീതിയിൽ പഠിച്ചൊരു ചാപ്റ്ററാണ് അല്ലേ? ഓരോ സ്ലൈഡിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് സ്ലൈഡായിട്ടൊക്കെ ഉണ്ടാക്കിയ ആ ഒരു ബ്യൂട്ടിഫുൾ ക്ലാസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ അത്രമാത്രം എൻജോയ് ചെയ്ത് പഠിപ്പിച്ചുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വേഗം പറഞ്ഞേ. ഇവിടെയും പ്രൊഫൈൽ റൈറ്റിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് വാങ്കറി മത്ത ഈസ് ദ ഫസ്റ്റ് ആഫ്രിക്കൻ വുമൻ ടു റിസീവ് ദ നൊബേൽ പ്രൈസ് ഫോർ പീസ്. അത് നമ്മൾ പഠിച്ച കാര്യമാണ്. ടെക്സ്റ്റിലെ ഫസ്റ്റ് സ്ലൈഡിലെ ആദ്യത്തെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നതും ഇതായിരുന്നു, ഫസ്റ്റ് ആഫ്രിക്കൻ വുമൻ ടു റിസീവ് ദ നൊബേൽ പ്രൈസ് ഫോർ പീസ് എന്നുള്ളതാണ്. സോ വാങ്കറി മത്തായിയെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സംഭവം കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇപ്പം when a sapling is planted, it's a speech, a Nobel acceptance speech ആണെന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും വാങ്കറി മത്തായിയുടെ പേഴ്സണൽ ലൈഫ് നിങ്ങൾക്ക് അറിയണമെന്നില്ല. പക്ഷേ ഇവിടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. സോ ഓൾ യു നീഡ് ടു ഡു ഇസ് ദാറ്റ് യു ജസ്റ്റ് നീഡ് ടു എന്താണ് അസൈൻ ഓൾ ദീസ്, അല്ലെങ്കിൽ കൊളോബറേറ്റ് ഓൾ ദീസ് പോയിന്റ്സ് ടുഗെദർ ആൻഡ് ഇലോബറേറ്റ് ഇറ്റ് ഇൻ എ വെരി ഫോർമൽ ലാംഗ്വേജ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ പ്രൊഫൈൽ റൈറ്റിംഗ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വാങ്കറി മത്തായി വാസ് ബോൺ ഇൻ കെന്യ on April 1st, 1940. She did really important things for nature and peace. In 1977, she started something called the Green Belt Movement. They planted loads of trees and helped women too. Trees make the land better and help the environment. Vankari also worked in the government to make sure things were fair for everyone. People liked what she did so much that she got special prizes like the Right Livelihood Award in 1984 and the Nobel Peace Prize in 2004. She was the first African woman to get this big peace prize, and Vankari Maathai showed us how nature and peace go together, and now people all over the world try to do good things for the environment because of her. പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിച്ചു. അതായത് ഇവിടെ തന്നിട്ടുണ്ട് ഏതൊക്കെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്.
ഫൗണ്ടർ ഓഫ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്നുള്ളത് നമ്മുടെ ക്വസ്റ്റനിൽ തന്നെ തന്നിട്ടുള്ള പോയിന്റാണ്. എൻവയോൺമെൻറ്റ് ആക്ടിവിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, കെനിയൻ പൊളിറ്റിക്കൽ റൈറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻ പറഞ്ഞിട്ടുണ്ട്, ദെൻ ഷീ ഹാസ് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഡെമോക്രസി ആൻഡ് പീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പോയിന്റ്സും വന്നു കഴിഞ്ഞു. ഇതിനെ ഒരു സെൻറ്റൻസ് ആക്കി എല്ലാം കൂടെ ഒരുമിച്ചാക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ കയ്യിൽ നിന്ന് എടുത്തിടാനായിട്ട് പറ്റുകയാണെങ്കിൽ പെർഫെക്റ്റ് ആൻസറായി മാറും. ഇവിടെ ഇതാ she started something called the Green Belt Movement. First point discuss ചെയ്ത് കഴിഞ്ഞു ഇവിടെ. Then Wangari also worked in the government to make sure things were fair, and ഇത്രയും അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. റെക്കഗ്നിഷൻ ഇതാണ്, അവാർഡ്സ് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. And she was the first African woman to to get this prize എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. And how nature and peace go together, ഇതൊക്കെ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് കൺക്ലൂഡിങ് സെൻറ്റൻസ് എന്ന് പറയുന്നത് നമുക്കൊരു താങ്ക്സ് ഗിവിംഗ് പോലെ നമ്മൾ കൊടുക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. നോ പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ് ട്രൈ ടു ഡു ഗുഡ് തിങ്സ് ഫോർ ദി എൻവയോൺമെൻറ്റ് ബിക്കോസ് ഓഫ് ഹർ പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ് ആർ ഡൂയിങ് സംതിങ് ഗുഡ് ഫോർ ദ നേച്ചർ എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ നമ്മൾ അവർക്ക് നൽകുന്ന ഒരു താങ്ക്സ് ഗിവിംഗ് പോലെ ആ ഒരു സെൻറ്റൻസ് അവിടെ നിൽക്കും. വിച്ച് ഓൾസോ ഷോസ് ഹർ ഗുഡ് വർക്ക്സ് ഓൾസോ. സോ ഈ ഒരു രീതിയിൽ പ്രൊഫൈൽ റൈറ്റിംഗ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. സോ the literary club of your school decides to enact the play Post Early for Christmas in connection with the school anniversary. Prepare a script for announcing the program climax of the play. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ അനൗൺസ്മെൻറ്റ് എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള, എൻജോയ് ചെയ്ത് പഠിച്ചിട്ടുള്ള പ്ലേ അല്ലേ അത്? യെസ്. അപ്പോൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് അപ്പം ഡീറ്റെയിൽസ് കൊടുക്കണം. ക്ലൈമാക്സ് ഓഫ് ദി സ്റ്റോറി ആണല്ലേ. എന്താണ് പറയുന്നത്? സ്ക്രിപ്റ്റ് ഫോർ അനൗൺസിങ് ദ പ്രോഗ്രാം ക്ലൈമാക്സ് ഓഫ് ദ പ്ലേ. പ്രോഗ്രാം ക്ലൈമാക്സ് ഇതാക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം ചെയ്യുക, ബാക്കിയുള്ളവരെ ഇൻവൈറ്റ് ചെയ്യുക, കാര്യങ്ങൾ പറയുക. അതിനുശേഷം കോണ്ടന്റ് എങ്ങനെ ആയിരിക്കണം? ദ പ്ലേ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് ഇസ് സെറ്റ് ഇൻ എ വില്ലേജ് പോസ്റ്റ് ഓഫീസ്. എവിടെയാണ് നടക്കുന്നത്, ആരാണ്, എന്താണ് സംഭവം നടക്കുന്നത്, ക്ലൈമാക്സിൽ ആരൊക്കെ വരുന്നുണ്ട്, ട്വിസ്റ്റ് എന്താണ് എന്നുള്ള രീതിയിൽ ഫുൾ അങ്ങോട്ട് പറയാനായിട്ട് നിൽക്കരുത്. ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കുന്ന രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ഫാമർ ഷെയറിംഗ് ന്യൂസ് അബൌട്ട് എ ബോംബ് ഇൻ എ ലണ്ടൻ പോസ്റ്റ് ഓഫീസ് മേക്കിംഗ് എവരിവൺ സ്കെയർഡ്. എ ticking sound from a parcel adds to the panic and they call the policeman to deactivate it. The policeman throws it in water. Later, a tourist reveals it's just a special cloak for his friend, not a bomb. He gets upset and decides to tell the postmaster general. In the end, everyone realizes there was no danger. The assistant, feeling sorry, leaves the post office to work in an animal place. The play is about misunderstanding and jumping to conclusions. So നിങ്ങൾ ആദ്യം അവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം it's going to be really a visual treat for you all എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. then you say what all things you know about this particular play. അതിനെക്കുറിച്ചും കൂടെ ഡിസ്കസ് ചെയ്തതിന് ശേഷം what is the main theme, what is the setting, background of this play എന്താണ്, കാരണം എവിടെയാണ് തുടങ്ങുന്നത്, കാരണം in between ആയിരിക്കും പ്ലേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഒരു സ്റ്റോറി പോലെ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോ വാട്ട് ഇസ് ദ സെറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പ്ലേ എന്ന് പറയുന്നത് എന്താണ്, ഹു ഓൾ ആർ ദ ക്യാരക്ടേഴ്സ് അറ്റ് പ്രസൻറ്റ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുക. എന്തെങ്കിലും ട്വിസ്റ്റ് വരുന്നുണ്ടോ അതെന്നുള്ള രീതിയിൽ. ദെൻ വാട്ട് ഇസ് ദ മെയിൻ തീം എന്നുള്ള കാര്യങ്ങൾ പറയുക. ആൻഡ് ഹിയർ ദ അസിസ്റ്റന്റ് ഫീൽ സോറി ആൻഡ് ഹി ഓൾസോ വോണ്ട്സ് ടു ജോയിൻ ഇൻ an animal dispensary അല്ലേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ലെറ്റ്സ് സീ why she decided to work future life in an animal dispensary. It's going to be an answer for her for her decision. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും നിർത്താം, ഈ ഒരു രീതിയിലും പറയാനായിട്ട് പറ്റും. ബട്ട് what you have to keep in your mind is that കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സസ്പെൻസ് ആയിട്ട് നിർത്തുകയാണെങ്കിൽ അതൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കും കേട്ടോ. സോ ഇത്രയാണ് മെയിനായിട്ട് പ്ലസ് ടുവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ചിലത് ജനറൽ ആയിട്ട് വന്നതാണ് മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി വരുന്ന ക്ലാസ്സുകളിലും ഇതിൻ്റെ എല്ലാം ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ടിങ് ഫ്രം ദ 3 years ഓഫ് എംപവർമെൻറ്റ് ടു ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. PYQs ഇനി ഉറപ്പായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. സോ ഇനിയുള്ള ക്ലാസ്സസും മിസ് ചെയ്യാതെ നിങ്ങൾ ഉറപ്പായിട്ടും കാണുക. ഇംഗ്ലീഷ് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുമായിട്ട് ഒരു ബിഗ് ക്രൂ തന്നെ ഇലാൻസിൻ്റെ കൂടെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുമായിട്ട്. സോ be with us and we will provide our level best to you all. Okay, so അടുത്ത ലൈവിൽ വീണ്ടും കാണാം. and please do let me know about the class and whether you liked it. അതുപോലുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. and if you have any doubts regarding any of these topics, feel free to update me about that. and നമുക്ക് ഇനിയും കാണാം, അടിച്ചു പൊളിച്ച് നമുക്ക് ഇനിയും പഠിക്കാം, വീണ്ടും കാണാം. till then it's me MK saying bye to you all. Bye.